നമസ്കാരം. ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില വീണ്ടും മുന്നോട്ട്. ഗ്രാമിന് 185 രൂപയും പവന് 1480 രൂപയും വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് 69,960 രൂപയായിട്ടാണ് പുതിയ വില വർധനവ്. സ്വർണ്ണവിലയോടൊപ്പം പണിക്കൂലി, GST, HUID ചാർജ് കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് 75,000 രൂപയിലധികം ഉപഭോക്താവിന് നൽകേണ്ടി വരും. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിയിലെ വിശുദ്ധവാര തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി റവറന്റ് ഫാദർ സേവ്യർ ചിറമേലും മറ്റ് ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ അനുദിനമുള്ള വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി ജീവിക്കുന്ന സാധാരണക്കാർക്ക് കൈത്താങ്ങ് തീർക്കാനാണ് സംസ്ഥാന സർക്കാർ സിവിൽ സപ്ലൈസ് വഴി ഫെയറുകൾ ഒരുക്കുന്നതെന്ന് EP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് സമീപം സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ ആരംഭിച്ച വിഷു ഈസ്റ്റർ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തി സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനാണ് സർക്കാർ ആഘോഷവേളകളിൽ സബ്സിഡി വിപണികൾ ആരംഭിക്കുന്നതെന്ന് HSLAM MLA അഭിപ്രായപ്പെട്ടു. കൺസ്യൂമർ ഫെഡ് ത്രിവേണി മെഗാമാർട്ടിൽ ആരംഭിച്ച വിഷു ഈസ്റ്റർ സബ്സിഡി വിപണി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില വീണ്ടും മുന്നോട്ട്. ഗ്രാമിന് 185 രൂപയും പവന് 1480 രൂപയും വർദ്ധിച്ച ഒരു പവൻ സ്വർണത്തിന് 69,960 രൂപയാണ് പുതിയ വില. സ്വർണ്ണവിലയോടൊപ്പം പണിക്കൂലി, GST, HUID ചാർജ് കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് 75,000 രൂപയിലധികം ഉപഭോക്താവിന് നൽകേണ്ടി വരും. ന്യൂസ് ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. അനുദിനം റെക്കോർഡ് ഭേദിച്ചുള്ള സ്വർണത്തിന്റെ കുതിപ്പ് തുടർക്കഥയാകുന്നു. സർവകാല റെക്കോർഡും ഭേദിച്ച് 69,960 രൂപയെന്ന വിലയിലേക്കാണ് വെള്ളിയാഴ്ച സ്വർണ്ണവില കടന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഗ്രാമിന് 185 രൂപയുടെയും പവന് 1480 രൂപയുടെയും വർധനവോടെയാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നത്. സ്വർണ്ണവിലയോടൊപ്പം 3% GSTയും കുറഞ്ഞ പണിക്കൂലിയായ 5% HUID ഹോൾമാർക്കിംഗ് ചാർജും കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഇനി ഉപഭോക്താവ് 75,000 രൂപയിലധികം നൽകേണ്ടി വരും. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നവരുടെ എണ്ണം കൂടിയതും ഡോളർ രൂപ വിനിമയ നിരക്കും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നതായി ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം വിവാഹ പാർട്ടികളെ അടക്കം സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് അടിക്കടിയുള്ള സ്വർണ്ണവില വർധനവ്. മാത്രമല്ല, സ്വർണ്ണ വ്യാപാര മേഖലയിലെ ചെറുകിട വ്യാപാരികളെയും സ്വർണ്ണവില വർധനവ് സാരമായി ബാധിക്കുന്നതായും വ്യാപാരികളും പറയുന്നു. നിലവിലെ രാജ്യാന്തര സാഹചര്യം തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും റെക്കോർഡുകൾ തുടർക്കഥയാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ആലപ്പുഴ. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തി സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനാണ് സർക്കാർ ആഘോഷവേളകളിൽ സബ്സിഡി വിപണികൾ ആരംഭിക്കുന്നതെന്ന് അമ്പലപ്പുഴ MLA HSLAM അഭിപ്രായപ്പെട്ടു. കൺസ്യൂമർ ഫെഡ് ത്രിവേണി മെഗാമാർട്ടിൽ ആരംഭിച്ച വിഷു ഈസ്റ്റർ സബ്സിഡി വിപണി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ഭക്ഷ്യവസ്തുക്കളുടെ പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താനും സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുവാനുമായിട്ടാണ് സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡ് വഴി സബ്സിഡി വിപണികൾ തുറക്കുന്നതെന്ന് അമ്പലപ്പുഴ MLA HSLAM അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് പടിഞ്ഞാറ് കൺസ്യൂമർ ഫെഡ് ത്രിവേണി മെഗാമാർട്ടിൽ ആരംഭിച്ച വിഷു ഈസ്റ്റർ സബ്സിഡി വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. നേരിട്ട് ചിലപ്പോൾ കിട്ടുന്ന അവർക്ക് മാത്രമാണെങ്കിലും ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ മറ്റ് കടകൾ പൊതു കമ്പോളത്തിന് വിലയെ പൊതുവെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ഇടപെടൽ കൂടിയായിട്ടാണ് കേരളമാകെ നമ്മളിങ്ങനെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആ പൊതുവിലയെ പിടിച്ചു നിർത്താൻ കഴിയുന്ന സാഹചര്യം കൂടി ഇതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുകയാണ്. കമ്പോളത്തിലെ ഏത് ഉൽപ്പന്നത്തിന്റെയും വിലയുടെ അടിസ്ഥാനം ആ ഉൽപ്പന്നത്തിന് ഡിമാൻഡാണ്. ആ ഡിമാൻഡ് എന്ന് പറയുന്നത് ആവശ്യക്കാർ ഒരു ഉൽപ്പന്നത്തിന് ആവശ്യം കൂടുമ്പോഴാണ് ഡിമാൻഡ് കൂടുക എന്ന് പറയുക. അപ്പൊ അങ്ങനെ ആവശ്യം പൊതുകമ്പോളത്തിൽ ഒരു ഉൽപ്പന്നത്തിന് ഡിമാൻഡ് കുറയ്ക്കാൻ സഹായകരമാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വില കുറച്ച് ഉൽപ്പന്നം കൊടുക്കുമ്പോൾ ഇവിടേക്ക് ആളുകൾ വാങ്ങാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുകമ്പോളത്തിൽ പോകുന്ന ആൾക്കാർ കുറച്ചുപേർ ഇവിടേക്ക് വരും. കൺസ്യൂമർ ഫെഡ് ആലപ്പുഴ ഡയറക്ടർ ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ആദ്യ വിൽപ്പന നടത്തി. കൺസ്യൂമർ ഫെഡ് ആലപ്പുഴ റീജിയണൽ മാനേജർ P സുനിൽ സ്വാഗതവും മാർക്കറ്റിംഗ് മാനേജർ CA അജയ്കുമാർ നന്ദിയും പറഞ്ഞു. ഈ മാസം 21 വരെ നടക്കുന്ന വിഷു ഈസ്റ്റർ ഫെയറിൽ വെളിച്ചെണ്ണ, പഞ്ചസാര, അരി, മുളക്, കടല, ഉഴുന്ന്, പരിപ്പ്, മല്ലി, തേയിലയടക്കം 13ഓളം ഭക്ഷ്യവിഭവങ്ങൾ സബ്സിഡിയോടെയും
മറ്റ് ഭക്ഷ്യവിഭവങ്ങൾക്ക് പൊതുവിപണിയിൽ നിന്നും വ്യത്യസ്തമായി വിലക്കുറവിലും ലഭ്യമാകുമെന്നും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഫെയറിന്റെ പ്രവർത്തന സമയമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിയിലെ വിശുദ്ധവാര തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി റവറന്റ് ഫാദർ സേവ്യർ ചിറമേലും മറ്റ് ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തപസ്സുകാല വിശുദ്ധിയുടെ നിറവിൽ തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനായി പ്രസിദ്ധ വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി എത്തിച്ചേരുന്ന നാനാജാതി മതസ്ഥരായ വിശ്വാസികൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഈ വർഷം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 13-ാം തീയതി ഓശാന ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഒരു തെർവഞ്ചെടുപ്പ് അത് ഞങ്ങളുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിച്ച് പള്ളിയിൽ സമാപിക്കുകയാണ്. അതിന് 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് പെസഹ വ്യാഴാഴ്ച. അത് ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക KSRTC ബസ്സുകൾ പൂങ്കാവ് ജംഗ്ഷനിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് അതുപോലെ സൂപ്പർ ഫാസ്റ്റ് അതുപോലുള്ള ബസ്സുകളെല്ലാം തന്നെ നിർത്തുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് KSRTCയുടെ ഭാഗത്തുനിന്നൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. പിന്നെ അവിടത്തേക്ക് പ്രത്യേക സ്പെഷ്യൽ ബസ് സർവീസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ദുഃഖ വെള്ളിയാഴ്ചത്തെ നഗരകാണിക്കലാണ്. വളരെ പ്രസിദ്ധമായ ഒരു ചടങ്ങാണ് നഗരകാണിക്കൽ. ഉച്ച കഴിഞ്ഞ് നടക്കുന്ന പുരുഷാരാധനത്തോടുകൂടി നടക്കുന്ന ചടങ്ങ് സമാപിക്കുന്നത് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് സേവന സന്നദ്ധരായ 1001 പേരടങ്ങുന്ന ശുശ്രൂഷാ സംഘം ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞതായും ഈ ദിവസങ്ങളിൽ പൂങ്കാവിലേക്ക് വിവിധ ഡിപ്പോകളിൽ നിന്നും KSRTCയുടെ പ്രത്യേക ബസ് സർവീസുകൾ ഉണ്ടായിരിക്കുമെന്നും ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് വരെ വിശുദ്ധവാര ദിനങ്ങളിൽ പൂങ്കാവ് കുരിശടിയിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന അഭൂതപൂർവമായ ജനത്തിരക്ക് പരിഗണിച്ച് ഈ വർഷം വിശുദ്ധവാര ദിനങ്ങളിൽ പൂങ്കാവിലേക്ക് നീളുന്ന മുഴുവൻ റോഡുകളിലും കാര്യക്ഷമമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പോലീസ്, ട്രാഫിക്, ഫയർഫോഴ്സ്, ആരോഗ്യം, വൈദ്യുതി, റവന്യൂ, പഞ്ചായത്ത്, ടൂറിസം തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളുടെ കേന്ദ്രീകൃത സേവനവും ഈ ദിവസങ്ങളിൽ തീർത്ഥാടകർക്ക് ലഭ്യമാകുന്നതാണ്. പ്രഥമ ശുശ്രൂഷ സേവനങ്ങൾക്കായി ആരോഗ്യ വകുപ്പിനൊപ്പം ഈ വർഷം ഹോമിയോ, ആയുർവേദ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നതായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ദേശീയ തീർത്ഥാടന ടൂറിസം ശൃംഖലയിൽ ഉൾപ്പെട്ട ആലപ്പുഴ പൂങ്കാവ് പള്ളിയിലെ മഹത്വപൂർണമായ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ മുഴുവൻ തീർത്ഥാടകരെയും സ്വാഗതം ചെയ്യുന്നതായും പള്ളി വികാരി ഫാദർ സേവ്യർ ചിറമേൽ, സഹവികാരി ഫാദർ സേവ്യർ ജിബിൻ കരിമ്പുറത്ത്, ജനറൽ കൺവീനർ ലിയോൺ കുരിശുപറമ്പിൽ, മനോജ് പള്ളിപ്പറമ്പ്, സുജ അനിൽ, ആന്റണി വി, കൊച്ചുമോൻ പത്തുതയ്യൽ, VC ഉറുമീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ അനുദിനമുള്ള വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി ജീവിക്കുന്ന സാധാരണക്കാർക്ക് കൈത്താങ്ങ് തീർക്കാനാണ് സംസ്ഥാന സർക്കാർ സിവിൽ സപ്ലൈസ് വഴി ഫെയറുകൾ ഒരുക്കുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ഷൗക്കടപ്പാലത്തിന് സമീപം സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ ആരംഭിച്ച വിഷു ഈസ്റ്റർ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ചിത്തരഞ്ജൻ. രാജ്യത്തെ അനുദിനമുള്ള വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി ജീവിക്കുന്ന സാധാരണക്കാർക്ക് കൈത്താങ്ങ് തീർക്കാനാണ് സംസ്ഥാന സർക്കാർ സിവിൽ സപ്ലൈസ് വഴി ഫെയറുകൾ ഒരുക്കുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ഷൗക്കടപ്പാലത്തിന് സമീപം സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ ആരംഭിച്ച വിഷു ഈസ്റ്റർ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ മലയാളിയുടെ എല്ലാ പ്രധാനപ്പെട്ട ആഘോഷ വിശേഷ ദിവസങ്ങളിലും ജനങ്ങൾക്ക് പരമാവധി സഹായം എത്തിച്ചു കൊടുക്കുന്ന ലക്ഷ്യത്തോടു കൂടി 13 കൂട്ടം സാധനങ്ങളാണ് ന്യായവിലക്ക് കൊടുക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ സാധനങ്ങളുടെ വിലകൾ അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ ജീവിതം കൂടുതൽ പ്രയാസകരമായി മാറുന്ന പശ്ചാത്തലത്തിൽ ഒരു താങ്ങെന്നുള്ള നിലയിലാണ് മാർക്കറ്റിനേക്കാൾ 10, 20, 30% വില കുറച്ച് കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ഈ സാധനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാടിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷവേളകളിലും ഒരുപോലെ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളെന്നും MLA കൂട്ടിച്ചേർത്തു. നാടിന്റെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അതോടൊപ്പം തന്നെ നാടിന്റെ എല്ലാ സന്തോഷങ്ങളുടെയും മുന്നിൽ ഒരുപോലെ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ സംസ്ഥാനത്ത് സപ്ലൈകോ, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്, കൺസ്യൂമർ ഫെഡ് ഇങ്ങനെയുള്ള ഈ പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലൂടെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് പോകാൻ കഴിയുന്നത്. സപ്ലൈകോ ആലപ്പുഴ ഡിപ്പോ മാനേജർ S രാകേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
വാർഡ് കൗൺസിലർ ഹെലൻ ഫെർണാണ്ടസ് ആദ്യ വിൽപ്പന നടത്തി. പീപ്പിൾസ് ബസാർ ഷോപ്പ് മാനേജർ PK ജോൺ, മുൻ മാനേജർ KM സലീം, വിവിധ ഔട്ട്ലെറ്റ് മാനേജർമാരായ സൗമ്യ നീലാംബരൻ, ജെയ്സൺ വർഗീസ്, VM ജസ്റ്റിൻ, K ബാബു, AT വിനോദ്, V വിജയലക്ഷ്മി, മറ്റു ജീവനക്കാരായ പ്രീത, പാർവതി, അഞ്ചൽ, സേതുലക്ഷ്മി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സപ്ലൈകോ ആലപ്പുഴ ഡിപ്പോ ജൂനിയർ മാനേജർ S വനജകുമാരി ചടങ്ങിന് സ്വാഗതവും ഫെയർ കോർഡിനേറ്റർ VV രമേശ് നന്ദിയും പറഞ്ഞു. ഈ മാസം 19 വരെ നടക്കുന്ന വിഷു ഈസ്റ്റർ ഫെയറിൽ വെളിച്ചെണ്ണ, പഞ്ചസാര, അരി, മുളക്, കടല, ഉഴുന്ന്, പരിപ്പ്, മല്ലി, തേയിലയടക്കം 13ഓളം ഭക്ഷ്യവിഭവങ്ങൾ സബ്സിഡിയോടെയും മറ്റ് ഭക്ഷ്യവിഭവങ്ങൾക്ക് പൊതുവിപണിയിൽ നിന്നും വ്യത്യസ്തമായി വിലക്കുറവിലും ലഭ്യമാകുമെന്നും രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഫെയറിന്റെ പ്രവർത്തന സമയമെന്നും അധികൃതർ പറഞ്ഞു. ആലപ്പുഴ കളക്ടറേറ്റിൽ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നിയമസേവന ക്ലിനിക്കിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. ജില്ലാ ജഡ്ജും സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ഡോക്ടർ CS മോഹിത് നിയമസേവന ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ സൗജന്യ നിയമസേവന ക്ലിനിക് ജില്ലാ കളക്ടറേറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ ജഡ്ജും സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ ഡോക്ടർ CS മോഹിത് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാരിലേക്ക് വേഗത്തിൽ നിയമസഹായം എത്തിക്കുന്നതിനും കൂടുതൽ സഹായം ആവശ്യമുള്ള കേസുകൾ കോടതിയുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനും നിയമസേവന ക്ലിനിക്കിലൂടെ സാധിക്കുമെന്ന് ജില്ലാ ജഡ്ജ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ 62 താലൂക്കുകളിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനം ലഭ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ മാസവും ആദ്യത്തെയും അവസാനത്തെയും ബുധനാഴ്ചകളിൽ കളക്ടറേറ്റിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ പൊതുജനങ്ങൾക്ക് സൗജന്യ സേവനം ലഭ്യമാക്കും. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പ്രവർത്തനം. സാധാരണക്കാരായ എല്ലാവരിലേക്കും നിയമസഹായം എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തുടനീളം സൗജന്യ നിയമസേവന ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുള്ളത്. വയോനന്മ, ഗോത്രവർദ്ധൻ, ഹാർമണി, ഹബ് നിലാവ്, ന്യായപ്രവേശിക, അതിജീവനം, ക്ലാപ്പ് അഥവാ ചൈൽഡ് ലീഗൽ അസിസ്റ്റന്റ് പ്രോഗ്രാം എന്നിവയാണ് ലീഗൽ സർവീസ് അതോറിറ്റി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ. ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി, ADM ആശ C എബ്രഹാം, ജില്ലാ സപ്ലൈ ഓഫീസർ K മായാദേവി, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ I റംല ബേബി, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില വീണ്ടും മുന്നോട്ട്. ഗ്രാമിന് 185 രൂപയും പവന് 1480 രൂപയും വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് 69,960 രൂപയായിട്ടാണ് പുതിയ വില വർധനവ്. സ്വർണ്ണവിലയോടൊപ്പം പണിക്കൂലി, GST, HUID ചാർജ് കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് 75,000 രൂപയിലധികം ഉപഭോക്താവിന് നൽകേണ്ടി വരും. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിയിലെ വിശുദ്ധവാര തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി റവറന്റ് ഫാദർ സേവ്യർ ചിറമേലും മറ്റ് ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ അനുദിനമുള്ള വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി ജീവിക്കുന്ന സാധാരണക്കാർക്ക് കൈത്താങ്ങി തീർക്കാനാണ് സംസ്ഥാന സർക്കാർ സിവിൽ സപ്ലൈസ് വഴി ഫെയറുകൾ ഒരുക്കുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് സമീപം സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ ആരംഭിച്ച വിഷു ഈസ്റ്റർ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തി സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനാണ് സർക്കാർ ആഘോഷവേളകളിൽ സബ്സിഡി വിപണികൾ ആരംഭിക്കുന്നതെന്ന് HSLAM MLA അഭിപ്രായപ്പെട്ടു. കൺസ്യൂമർ ഫെഡ് ത്രിവേണി മെഗാമാർട്ടിൽ ആരംഭിച്ച വിഷു ഈസ്റ്റർ സബ്സിഡി വിപണി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.